മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. നമ്മൾ ലൈഫിൽ കൂടുതൽ ഭാഗവും വി ആർ ട്രൈങ് ടു ബി സമ്മൺ വി ആർ നോട്ട്, ഓർ വി ആർ ട്രൈങ് ടു ഡിഫെൻഡ് ആൻ ഐഡന്റിറ്റി ദാറ്റ് വി ആർ നോട്ട്. എനിക്കിപ്പോൾ തോന്നാറുണ്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് നൽകപ്പെട്ട ഓരോരോ ഐഡന്റിറ്റീസ് ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെയാണ്, നമുക്ക് ഇന്ന കഴിവുണ്ട്, നമ്മൾ ഭയങ്കര പഠിപ്പിസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്മാർട്ടാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നമ്മളൊന്നും ഒരിക്കലും ഫെയിൽ ആവത്തില്ല, അവന് ഭയങ്കര ബുദ്ധിയാണ്. അല്ലെങ്കിൽ ദ തിങ് ഈസ്, നമ്മൾ ഇത് കേട്ട് കേട്ട് നമുക്ക് ആക്ച്വലി ഫെയിൽ ആവാനോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാനോ റിസ്ക് എടുക്കാനോ ഒക്കെ ഉള്ളൊരു കഴിവാണ് നഷ്ടപ്പെടുന്നത്. ബിക്കോസ് നമ്മൾ ചെറുപ്പത്തിലെ ഒരു ബോക്സിൽ അടയ്ക്കുമ്പോൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഇവോൾവ് ആവും, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവോൾവ് ആവും, നമ്മുടെ ഐഡന്റിറ്റി തന്നെ ഇവോൾവ് ആവും. മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് ചെറുപ്പത്തിലൊരു ബോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ബോക്സിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി എക്സ്ട്രാ എനർജി ഉണ്ട്. നമ്മൾ പുറത്തു വരാൻ നോക്കുമ്പോൾ നമ്മൾ റെബലായിരിക്കും. ആക്ച്വലി നമ്മൾ നമ്മളോട് തന്നെ ഒരു കോൺഫ്ലിക്റ്റിലായിരിക്കും. എനിക്കിത് വെറും തോന്നലാണോ, അതോ ആക്ച്വലി ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കോൺഫ്ലിക്റ്റ്. നമ്മൾ നോക്കുമ്പം പലരും അവരുടെ ലൈഫ് ഹാപ്പി അല്ലാത്തതിൻ്റെ കാരണം ഇങ്ങനത്തെ ഒരു ബോക്സിൻ്റെ അകത്തായി പോയോണ്ടാണ്. വൺസ് ഇൻ എ വൈൽ നിങ്ങൾ തിരിച്ചറിയണം, ആം ഐ ഗോയിങ് ഇൻ ദ റൈറ്റ് പാത്ത്. റൈറ്റ് പാത്ത് ഇൻ ദ സെൻസ്, എൻ്റെ ഐഡൻറ്റിറ്റിയും ഈ ഒരു പാത്തും തമ്മിൽ കോൺഗ്രുവൻ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാറി ചെയ്താൽ എനിക്ക് അവിടെ ആക്ച്വലി കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമോ. നമ്മൾ കാണാറുണ്ട് ഭയങ്കര നാച്ചുറലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഇൻ ദെയർ ഓൺ ഏരിയ. സോ അതുപോലെ നമ്മളെല്ലാവരും നാച്ചുറലി സ്കിൽഡ് ആണ് ഫോർ സം കൈൻഡ് ഓഫ് ഏരിയ, അല്ലെങ്കിൽ നാച്ചുറൽ ഇൻട്രസ്റ്റ് ആണ് ഫോർ സം കൈൻഡ് ഓഫ് ഏരിയ. നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രം. ദ തിങ് ഈസ്, ലൈഫിൽ ഇപ്പം നിങ്ങൾ ചിലപ്പം ഒരു 20s കഴിഞ്ഞ ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ 30s കഴിഞ്ഞ ഒരാളാണെങ്കിലോ കുറച്ച് എക്സ്പീരിമെൻസ് എടുത്ത് നോക്കുക. ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ എന്തെങ്കിലുമൊക്കെ പുതിയ എക്സ്പീരിമെൻസ് ചെയ്ത് നോക്കുക. ചിലപ്പം യു മൈറ്റ് ലവ് ദാറ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളവിടെ ഭയങ്കര നാച്ചുറലി സ്കിൽഡ് ആവാം. സോ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒക്കെ പാത്ത് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തോന്നുവാണെങ്കിൽ യു ഷുഡ് എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് തിങ്സ് ഇൻ ലൈഫ്. ബിക്കോസ് ഇന്ന് AI ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ലൈഫിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഏറ്റവും അടിപൊളി സമയം കൂടെയാണ് ഇപ്പം. നിങ്ങൾക്ക് ഒരാൾ വെച്ച് തന്നെ വേണമെങ്കിൽ ഒരു മാർക്കറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് റിലീസ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ പ്രോഡക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് തിങ്സ്. എനിക്ക് മനസ്സിലെന്ന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാണ്. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് എഴുതിയിടാം. അല്ലെങ്കിൽ ഈവൻ ഇൻസ്റ്റയിൽ പോലും നിങ്ങൾ ഓരോ കാരോസൽസ് ആയിട്ട് നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ചുമ്മാ എഴുതിയിടുക. നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി അതിൽ എഴുതിയിട്ടാൽ പോലും ചിലപ്പോൾ ആൾക്കാർ വിൽ സ്റ്റാർട്ട് റിലേറ്റിംഗ് ടു ദ വേ യു റൈറ്റ്, ഓർ റിലേറ്റിംഗ് ടു യുവർ ഓൺ ലൈഫ് എക്സ്പീരിയൻസസ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു മുടക്കും ഇല്ലാണ്ട് ട്രൈ ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത്. ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ് ഫോർ സം പീരീഡ് ഓഫ് ടൈം. ഒരു 1 അല്ലെങ്കിൽ 2 months നിങ്ങൾ ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണമായിരിക്കും. ഇപ്പോൾ എഴുത്താണെങ്കിൽ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരു 3-4 പോസ്റ്റെങ്കിലും ഇടണമായിരിക്കും. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ലൈക്ക് പെർസ്യൂ ചെയ്തേക്കാൻ കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ ഐ വുഡ് അഡ്വൈസ് യു ഷുഡ് ട്രൈ ദാറ്റ്. ജസ്റ്റ് ഒരു 100 പോസ്റ്റ് ഇട്ട് നോക്കുക. 100 പോസ്റ്റ് പറയുമ്പോൾ മേ ബി ഒരു 3 months കൊണ്ടൊക്കെ ആയിരിക്കും 100 പോസ്റ്റ് ഇടുന്നത്. പക്ഷേ യു ട്രൈ ചെയ്ത് നോക്ക്. മേ ബി ഇറ്റ് വിൽ ത്രോ യു ടു എ എൻറ്റയർലി ന്യൂ ലൈഫ്. ഹു വുഡൻറ്റ് വാണ്ട് ദാറ്റ്?